ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരായ ഏവരുമേ, നമ്മുടെ കർത്താവും നാഥനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുവീടകളെ ധ്യാനിക്കുന്ന വിശുദ്ധ വാരത്തിലെ അനുഗ്രഹീത ദിനങ്ങളിൽ കൂടി നാം യാത്ര ചെയ്യുകയാണ്. യേശുക്രിസ്തു സകല ലോകർക്കുമായി തൻ്റെ പ്രാണനെ കാൽവറി മലമുകളിൽ യാഗാർപ്പണമായി പിതാവാം ദൈവത്തിന് സമർപ്പിക്കുകയും അതുവഴിയായി മനുഷ്യജാതിക്ക് മുഴുവനും രക്ഷയും വീണ്ടെടുപ്പും ഉദയവും അവൻ തൻ്റെ ദേഹമെന്ന തിരശ്ശീല വഴിയായി നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള പീഡാസഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തു നമുക്കായി ഏറ്റ പങ്കപ്പാടുകൾ വഴിയായി പാപപരിഹാരവും തുടർജീവിതത്തിൽ അനുഗ്രഹീതമായ പ്രത്യാശയും നമുക്കേവർക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കേവർക്കും ഇടയായി തീരട്ടെ. കാൽവറി മലമുകളിൽ ഭാരമേറിയ മരക്കുരിശുമായി ഏകനായി യാത്ര ചെയ്ത യേശുക്രിസ്തു വലിയ സഹനങ്ങളും വേദനകളുമാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയതത്രയും. എന്നാൽ ഈ സഹനങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന വാക്കുകൾ അത്രയും നിരാശയുടേതോ ഏതെങ്കിലും തരത്തിലുള്ള പരിഭവത്തിൻ്റെയോ ഒന്നുമായിരുന്നില്ല എന്നാണ് തിരുവചനം സാക്ഷിക്കുന്നത്. അല്പനേരത്തെ ചിന്തയ്ക്കായി നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ ആദ്യത്തെ തിരുവചനമായ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന വാക്യത്തെ ചിന്തയ്ക്കും വിചിന്തനത്തിനുമായി തിരഞ്ഞെടുക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം. ജീവിതത്തിൽ സങ്കടങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന മനുഷ്യർ സ്വാഭാവികമായും തങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി നിമിഷങ്ങളെ, വേദന നിറഞ്ഞ അനുഭവങ്ങളെ, കയ്പനുഭവങ്ങളെ എപ്പോഴും നിരാശയുടെ കണ്ണിൽ കൂടി കാണുന്നതാണ് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുള്ളത്. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് വേദനിപ്പിക്കപ്പെടുമ്പോൾ, തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെടുമ്പോൾ, തങ്ങളുടേതല്ലാത്തതായ അപരാധങ്ങൾക്കായി പരിഹസിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വല്ലാതെ ഹൃദയം നുറുങ്ങുന്നവരായി, വേദന നിറഞ്ഞ മനസ്സുള്ളവരായി ഇവർ മാറുക എന്നത് സ്വാഭാവികമായും ഏതു മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു പരിണാമമാണ്. യേശുക്രിസ്തുവും അപ്രകാരം വേദനകളും നിന്ദകളും ആക്ഷേപങ്ങളും സ്വീകരിക്കുമ്പോൾ പരിപൂർണ മനുഷ്യനെന്ന നിലയിലും സ്വാഭാവികമായും ക്രിസ്തുവിനും ഈ നിരാശയും ഭാരവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. സ്വാഭാവികമായി കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നവർ തന്നെയാണ്. ദൈവപുത്രനെന്ന് അവകാശപ്പെട്ട് നിരവധി ആളുകൾക്ക് സൗഖ്യവും നിരവധി ആളുകൾക്ക് പ്രത്യാശയും ഒക്കെ നൽകിയ ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ വേദനാനിർഭരമായ അനുഭവങ്ങളിൽ ഏകനായി ഇവയെല്ലാം സഹിക്കുന്നത് കാണുമ്പോൾ നിന്നയും ആക്ഷേപവും പരിഹാസവും ചൊരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് അല്പം അകലമാറിയായി ഒരു വലിയ ജനക്കൂട്ടം അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇങ്ങനെ ജാഗരൂകരായി വലിയ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. എന്നാൽ അവരെ എല്ലാം നിരാശയിലാഴ്ത്തിക്കൊണ്ട് അവരുടെ കണക്കുകൂട്ടലുകളെ മുഴുവനും തെറ്റിച്ചുകൊണ്ട് യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് മൊഴിയുന്ന ആദ്യത്തെ മൊഴി ഇപ്രകാരമാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. സത്യത്തിൽ ആ മൊഴി ഏതെങ്കിലും തരത്തിൽ പാപവും ബലഹീനതകളും ചെയ്യുവാൻ തക്കവണ്ണമുള്ളൊരു പ്രേരണ നൽകുന്ന മൊഴിയല്ല. ഒരുപക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരുണ്ടാകാം. ഏത് മഹാ അപരാധം ചെയ്താലും അവയെല്ലാം ക്ഷമിക്കണമേ എന്ന് തൻ്റെ പിതാവിനോട് ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ഇത് സ്വാഭാവികമായും തെറ്റിൽ കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തെറ്റ് ചെയ്യുവാൻ തക്കവണ്ണമുള്ളൊരു പ്രേരണ അതുവഴിയായി ഉണ്ടാകുന്നു എന്ന് ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെടാം. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്യങ്ങളെ
ഒന്ന് മുറിച്ച് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമ്പോൾ ആഴമായ ഒത്തിരി അർത്ഥങ്ങൾ ക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളതായി നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ പിതാവിനോട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടത്? ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണല്ലോ: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല. അപ്പോൾ അവർ യഥാർത്ഥമായി തന്നോട് ചെയ്യുന്ന നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവയെല്ലാം നീതീകരിക്കുവാനല്ല, അതിനേക്കാൾ ഉപരിയായി അവയെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകാതെ അവർ ലോകത്തിൻ്റെ വല്ലാത്ത തെറ്റുകളെ പുണർന്നുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു തൻ്റെ ഈ പ്രാർത്ഥന വഴിയായി അവരെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യരുണ്ട്. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ആ ചെയ്യുന്ന തെറ്റുകൾ അത് അനേകരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതും വ്രണപ്പെടുത്തുന്നതുമാകുന്നു എന്ന് തിരിച്ചറിയാതെ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് അനേക ജീവിതങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടങ്ങളിൽ എല്ലാം നാം കാണുന്നുണ്ട്. അതേ പ്രവർത്തനം തന്നെയാണ് ക്രിസ്തുവിനോടും ഈ സമൂഹം നടത്തുന്നത്. യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുക വഴിയായി, നിന്ദിക്കുക വഴിയായി, ആക്ഷേപിക്കുക വഴിയായി അവരതിൽ ആനന്ദം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന നിയോഗം എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പറഞ്ഞ് ഈ ലോക ജീവിതത്തിൽ ആരുടെയെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുവാനോ ഭാരപ്പെടുത്തുവാനോ അല്ല, മറിച്ച് അവർക്ക് ആശ്വാസത്തിൻ്റെ സാന്നിധ്യമായി അവരോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാവുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത്രയും നമ്മുടെ തെറ്റുകൾ എന്ത് പരിണിത ഫലങ്ങളാണ് നമ്മിൽ ഉണ്ടാക്കുന്നത്, ഇത് പരിശോധിച്ചറിയേണ്ടത് ആവശ്യം തന്നെയാണ്. ഒന്നാമതായി, നമ്മുടെ തെറ്റുകൾ നമ്മെ തന്നെ അന്ധരാക്കി മാറ്റുകയാണ്. ഈ ലോകത്തിൽ അങ്ങനെയുള്ള ധാരാളം മനുഷ്യരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. തെറ്റുകൾ ചെയ്യുക വഴിയായി അന്ധരായി പോയ മനുഷ്യർ. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉള്ള ആളുകളെ പരിശോധിച്ചാലും, സമൂഹ ബന്ധങ്ങളിൽ നാം ഇടപെടുമ്പോൾ നമുക്ക് പരിചയക്കാരായി വരുന്ന ആളുകളെ നോക്കിയാലും, നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും അനുദിന ജീവിതത്തിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം തെറ്റുകൾ ചെയ്യുക വഴിയായി അന്ധരായി പോയ ഒത്തിരി പേരെ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞങ്ങൾ ഇപ്രകാരം ചെയ്യുക വഴിയായി ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല, ഇനി അഥവാ ഉപദ്രവം ഉണ്ടായാൽ തന്നെ അത് അവരുടെ കാര്യമാണ്, അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നുള്ള ചിന്തയിൽ തെറ്റ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തി അന്ധരായി കാഴ്ച നശിച്ചുപോയ ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പൊ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന, പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒന്നാമത്തെ മാറ്റം അതാണ്. പാപം ചെയ്യുക വഴിയായി നാം അന്ധരായി മാറുന്നു. രണ്ടാമതായി, പാപം നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കൂടുതൽ കഠിനമാക്കുന്നു. പാപം ചെയ്യുക വഴിയായി ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇതും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്തുമാത്രം മനുഷ്യരാണ് തെറ്റ് ചെയ്യുക വഴിയായി കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള പ്രചോദനം അതിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒത്തിരി ആളുകളെ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വേഗം തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായ വിവിധ തരത്തിലുള്ള ദുർവൃത്തികളും അവയുടെ എല്ലാം പിന്നിൽ ഇപ്രകാരം ഹൃദയം കഠിനമാക്കിയ ഒരു പറ്റം മനുഷ്യരെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. വേദപുസ്തകത്തിലും ഇങ്ങനെ ഹൃദയം കഠിനമാക്കിയ ഒത്തിരി മനുഷ്യരെ പറ്റിയുള്ള വിവരണങ്ങളുണ്ട്. ഫറവോ രാജാവിനെ പറ്റി പറയുന്നത് അവൻ ഹൃദയം മേൽക്കുമേൽ കഠിനമാക്കിക്കൊണ്ടിരുന്നു. ദൈവജനത്തെ ആരാധിക്കുവാൻ വിടാതെ ഇരിക്കുവാൻ തക്കവണ്ണം അവൻ വീണ്ടും വീണ്ടും ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഈ ഹൃദയകാഠിന്യമല്ല, അതിനേക്കാൾ ഉപരിയായി നമുക്കുണ്ടാകേണ്ടത് ദൈവ ഹൃദയത്തിലേക്കുള്ള വളർച്ചയാണ്.
ദാവീദ് രാജാവ് പാപം ചെയ്യുക വഴിയായി ദൈവസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് നടത്തിയ പ്രാർത്ഥന 51-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു വലിയ അപേക്ഷയുണ്ട്. അത് വേറെ ഒന്നുമല്ല, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ, നിന്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ നീ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുത്തു കളയുകയും അരുതേ. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടേണ്ട ഒരു പ്രാർത്ഥനയാണിത്. വല്ലാതെ തിന്മകളോട് സഖ്യം ചേർന്ന് തിന്മകൾ കണ്ടും കേട്ടും തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യരോട് കൂടെ നടന്നു. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയിൽ നിൽക്കുകയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ഒക്കെ ചെയ്ത് വല്ലാതെ പാപത്താൽ ആവൃതരായി പോയ നമുക്ക് അനുദിനം ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടുന്ന പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ നീ നിർമ്മലമായ ഒരു ഹൃദയത്തെ സൃഷ്ടിക്കുകയും സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ പുതുതാക്കുകയും ചെയ്ത് ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയാതെ, ഞങ്ങളിലുള്ള നിന്റെ വിശുദ്ധാത്മാവിനെ എടുത്തു കളയാതെ ഞങ്ങളെ എപ്പോഴും നീ അണച്ചു ചേർത്ത് പിടിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം നമുക്കിടയാകും. അപ്പോൾ പാപം നമ്മുടെ ഹൃദയത്തെ കൂടുതലായി കഠിനപ്പെടുത്തുവാൻ തക്കോണം ഇടയാകും. മൂന്നാമതായി, പാപം നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നത്? പാപം നമ്മുടെ ജീവിതത്തെ ലഘൂകരിച്ച് കാണുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ജീവിതം ഏതുമില്ല, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നുള്ളൊരു ചിന്ത പാപം വഴിയായി നമ്മിൽ ഇങ്ങനെ പ്രബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. സത്യത്തിൽ നമ്മെ ഈ ലോക ജീവിതത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് കുറച്ചു കാലം ജീവിക്കുകയും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് ഈ ലോക ജീവിതത്തിൽ നിന്ന് പിരിയുവാൻ തക്കോണമാണോ നമ്മെ ഈ ലോക ജീവിതത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്? അതോ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതം എന്നുള്ള രീതിയിൽ മാത്രമാണോ നാം ഈ ലോക ജീവിതത്തെ ദർശിക്കുന്നത്? അത്രയും തിരുവചനം അങ്ങനെയല്ല നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിനും അപ്പുറത്തേക്കുള്ള ഒരു നിത്യമായ വാസത്തിനു വേണ്ടിയുള്ള വലിയ ആഗ്രഹവും സ്വപ്നവും നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം കൂടുതലായി ഉണ്ടായി വരേണ്ടതാണ്. ഈ ലോകത്തിനും അപ്പുറമുള്ള, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെവികൾ കൊണ്ട് കേൾക്കുകയും ചെയ്യാത്ത സന്തോഷപ്രദമായ ഒരു ജീവിതാനുഭവത്തെ കാംക്ഷിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിനയത്തോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ പാപം നമ്മെ നിരന്തരം ജീവിതത്തെ ലഘൂകരിച്ച് കാണുവാൻ തക്കവണ്ണമാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലയിടങ്ങളിൽ നിന്നും നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതം എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഏത് വിധത്തിലും ആനന്ദിക്കുക, ഇനി ഈ ലോക ജീവിതത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നിശ്ചയമൊന്നുമില്ല, അതുകൊണ്ട് ഏത് വിധത്തിലും ആനന്ദിച്ച് ഈ ലോക ജീവിതം പൂർത്തീകരിക്കുക എന്ന് ചിന്തിക്കുന്ന ഒത്തിരി മനുഷ്യർ, അങ്ങനെയുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ഇടങ്ങളിൽ നാം കേൾക്കുകയും പരിചയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു പുതിയ യുവതലമുറ പോലും വഴിതെറ്റിലേക്കും ഏതെങ്കിലും തരത്തിലുള്ള മാർഗഭ്രംശത്തിലേക്കും ഒക്കെ വഴിതിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള ഉപദേശങ്ങളോടൊക്കെ ചേർന്ന് നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അങ്ങനെ പറയുന്ന ഉപദേശങ്ങൾക്കല്ല തിരുവചനം വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. തിരുവചനത്തിൽ അത്ര ഭംഗിയായി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞാൽ ദൈവസന്നിധിയിലുള്ള ഒരു ആനന്ദം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ചെയ്തത് നന്മയാകിലും തിന്മയാകിലും അതിന് തക്കതായ പ്രതിഫലം പ്രാപിക്കുന്ന, തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ലഘൂകരിച്ച് കാണുവാൻ ഇടയാകാതെ ദൈവം വലിയ വലിയ നിയോഗങ്ങൾ ഭരമേൽപ്പിച്ചാണ് നമ്മെ ഈ ലോക ജീവിതത്തിൽ ആക്കിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ആ നിയോഗങ്ങളെയൊക്കെ അർത്ഥപൂർണമായി പൂർത്തീകരിച്ച് നമ്മൾ വഴിയായി അനന്തര തലമുറകൾക്കും സന്തോഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മാതൃകയും നമ്മുടെ സംഭാഷണവും നമ്മുടെ ജീവിതവും ഒക്കെ വഴിയായി അനേക മനുഷ്യർക്ക്, വരും തലമുറകൾക്ക് നമ്മെ ഓർത്ത് എന്നും സന്തോഷിപ്പാൻ തക്കവണ്ണം അനുഗ്രഹമുള്ള, സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അപ്പൊ പാപം നമ്മെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ നാം എങ്ങനെയും ജീവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, ആ തരത്തിലുള്ള ചിന്തയിലേക്ക്, ജീവിതത്തെ ലഘൂകരിച്ച് കാണുവാനുള്ളൊരു ചിന്തയിലേക്ക് പാപം നമ്മളെ
കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നാലാമതായി, പാപം നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്തുന്നത്? പാപം വഴിയായി അനുതാപവും പാപബോധവും നമ്മിൽ ഇല്ലാതെയായി പോകുന്നുണ്ട്. അനുതാപവും പാപബോധവും തെറ്റുകൾ നമ്മിൽ നിന്ന് ഇല്ലാതെയാക്കി കളയുന്നു. തെറ്റുകൾ അനുദിനം ചെയ്യുക വഴിയായി അനുതാപവും പാപബോധവും നമ്മിൽ ഇല്ലാതെയായി തീരുന്നു. ഇത് സ്വാഭാവികമായും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. എന്തുമാത്രം മനുഷ്യരാണ് ഈ ആവർത്തിച്ച് തെറ്റുകളിൽ ഇങ്ങനെ വീണ് അവർക്ക് ഈ പറയുന്ന അനുതാപവും പാപബോധവും ഒക്കെ നഷ്ടമായി ജീവിക്കുന്നവര് എന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടങ്ങളിൽ അങ്ങനെയുള്ളവരുണ്ട്. തിരുവചനത്തിലും പാപത്തിൽ വീണ് വീണ്ടും പാപത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് താണുപോയവരും എന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ആഗ്രഹിച്ച് ദൈവത്തിന്റെ കരം പിടിച്ച് തിരികെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും നടന്നു നീങ്ങിയവരുമായ ഒത്തിരി മനുഷ്യരെ പറ്റി തിരുവചനത്തിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ് മുടിയനായ പുത്രൻ. നാം തിരുവചനത്തിൽ വായിക്കുന്നതാണല്ലോ. പിതാവിന്റെ സ്നേഹഭാജനമായി ഇരുന്നവൻ, വീട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ. എന്നാൽ പിന്നീട് വളരെ വേഗത്തിൽ അവൻ പാപത്തിന്റെ പടുകുഴികളിലേക്ക് വീണുപോകുന്നു. എന്നാൽ അവിടെ നിന്ന് അവൻ അനുതാപമുണ്ടായി എഴുന്നേൽക്കുവാൻ തക്കോണമുള്ള ആഗ്രഹം വഴിയായി അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും പിതാവിനാൽ ഹൃദയഹാരിയായി അവൻ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പാപം നമ്മെ അനുതാപമില്ലായ്മയുടെ അനുഭവത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അനുതാപം വേണ്ട, പാപബോധം വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് പാപം വഴിയായി നാം എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. എന്നാൽ പാപമല്ല നമ്മിൽ വാഴേണ്ടത്. അതിനേക്കാൾ ഉപരിയായി നിത്യജീവനെ പറ്റിയുള്ള സ്വപ്നവും ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ പുണരുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ തെറ്റുകൾ നമ്മെ പാപബോധമില്ലാത്തവരും അനുതാപമില്ലാത്തവരും ആക്കി തീർക്കും. ദൈവസ്നേഹമാണ് നമ്മെ അനുതാപിയാക്കി തീർക്കുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ അരുമനാഥൻ സഹിച്ച പങ്കപ്പാടുകളും ഭാരങ്ങളും ക്ലേശങ്ങളും അതെത്ര വലുതാണെന്നുള്ള ചിന്തയിൽ, ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച സങ്കടങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതായ നിന്ദകൾ, ആക്ഷേപങ്ങൾ അവയൊക്കെയും വലുതാകുന്നു എന്നുള്ള ചിന്തയിൽ നമ്മുടെ തെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ആ തെറ്റുകളിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഒരു എഴുന്നേറ്റം ഉണ്ടാകുവാനും ഇടയാവുക എന്നത് ഏറെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് തന്നെയാണ്. പാപം നമ്മിൽ എന്തു മാറ്റമാണ് പിന്നീട് ഉണ്ടാക്കുന്നത്? അഞ്ചാമതായി, പാപം നമ്മിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്നുള്ളത് നമ്മുടെ വിശുദ്ധ ജീവിതത്തെ പാടെ തകർത്ത് കളയുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തെ പാപം പാടെ തകർത്ത് കളയുന്നു. ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു സ്വപ്നമുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ഭംഗിയായി അവതരിപ്പിക്കപ്പെടുന്നുമുണ്ട്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നതിന് സമാനമായ ആഹ്വാനമാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നതിന് സമാനമായ ആഹ്വാനം പഴയ നിയമത്തിൽ കാണുന്നു. പുതിയ നിയമത്തിലും അതേപടി തന്നെയാണ് വാക്യങ്ങൾ ആവർത്തിക്കുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവിൻ. യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മെ പറ്റിയുള്ള സ്വപ്നമാണ് ഈ വരികളിൽ കൂടി വെളിപ്പെടുന്നത്. സ്വർഗീയ പിതാവിനെ പോലെ, നമ്മുടെ പിതാവാം ദൈവത്തെ പോലെ, നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ പോലെ, സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ പോലെ ഈ ലോക ജീവിതത്തിൽ നിർമ്മലതയിലും വിശുദ്ധിയിലും നമ്മുടെ കാലത്തെ പൂർത്തിയാക്കുവാൻ തക്കോണം ഇടയാവുക. അത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ദൈവം സ്വതസിദ്ധമായി തന്ന നിർമ്മലതയും വിശുദ്ധിയും നഷ്ടമാക്കി കളയുന്ന എന്തുമാത്രം ഇടങ്ങളാണ് ഈ ലോക ജീവിതത്തിൽ ഉള്ളത്. സത്യത്തിൽ യേശുക്രിസ്തുവിന് തന്റെ ശിഷ്യന്മാരെ പറ്റിയുള്ള വലിയ ഭാരവും അത് തന്നെയായിരുന്നു. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ഈ ലോകത്തിലാണ്. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ
അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രത്യേകത ക്രിസ്തു കാലങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു. നന്മ ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കൂടെ വലിച്ചു പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപ സാഹചര്യങ്ങൾ, പാപത്തിന്റെ തിരമാലകൾ വല്ലാതെ വർദ്ധിതമായൊരു ലോകത്താണ് നാമൊക്കെ ജീവിക്കുന്നത്. ആ പാപത്തിന്റെ തിരമാലകളാൽ നമ്മൾ ആഹരിക്കപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ, ആ പാപത്തിന്റെ തിരമാലകൾ നമ്മെ വിഴുങ്ങിക്കളയാതെ ഇരിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി മാറുക എന്നത് ഏറെ പ്രധാനമാണ്. വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരണം. അപ്പൊ പാപം നമ്മിൽ വലിയ മാറ്റങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. പാപം വഴിയായി നമ്മളുടെ ഹൃദയം കഠിനമുള്ളതായി തീരുന്നു, നാം അന്ധരായിത്തീരുന്നു, ജീവിതത്തെ ലഘൂകരിച്ച് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു, അനുതാപവും പാപബോധവും നമ്മിൽ നഷ്ടമാകുന്നു, വിശുദ്ധ ജീവിതത്തെ പാടെ പാപം തകർത്ത് കളയുന്നു. അപ്പോൾ യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല. അതവരുടെ പാപത്തെ ലഘൂകരിച്ച് പറഞ്ഞതല്ല, മറിച്ച് അവർ ചെയ്യുന്നതിൻ്റെ വലിപ്പം, അവർ ചെയ്യുന്ന തിന്മയുടെ കാഠിന്യം അതെത്രയെന്നറിയുവാൻ സാധ്യമാകാത്ത തരത്തിൽ അവരുടെ ഹൃദയങ്ങൾ അന്ധമായി പോയി, അവരുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു, അവർ വിശുദ്ധ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടമാണ് ക്രിസ്തു ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ പറയുകയാണ്, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് നീ ക്ഷമിക്കണമേ. സത്യത്തിൽ ഈ ലോക ജീവിതത്തിൽ മാപ്പ് അനുഭവിക്കുവാൻ ഇടയാവുക എന്നത് ഏറെ പ്രധാനമാണ്. നമ്മളോട് വിവിധ തരത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോടൊക്കെ നമുക്ക് ഹൃദയത്തിൽ വിവിധ തരത്തിലുള്ള വികാരങ്ങളും അതിനോടൊപ്പം തന്നെ അവരോടുള്ള അകൽച്ചയും ഒക്കെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിലകൊള്ളുന്നുമുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കുവാനോ പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുവാനോ സ്നേഹിക്കുവാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ നാം അവരിൽ നിന്നൊക്കെ അകന്ന് സ്ഥിതി ചെയ്യുകയായിരിക്കാം. പക്ഷേ കാൽവറി കുരിശിന്മേൽ തൻ്റെ കരങ്ങളെ വിരിച്ച ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതല്ല. ചിലതൊക്കെ ക്ഷമിക്കുവാനും മറക്കുവാനും ഇടയാവുക എന്നുള്ളത് ആത്മീയന്റെ ലക്ഷണമാണ്. ഒരുപക്ഷെ ലോകം നമ്മളോട് വിവിധ തരത്തിലുള്ള കഠിനതരങ്ങളാകുന്ന ഇടപെടലുകളായിരിക്കാം നടത്തിയിട്ടുള്ളത്. പക്ഷെ ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി പലരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കുക എന്നത് ആത്മീയ മനുഷ്യന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അങ്ങനെ ആത്മീക മനുഷ്യരായി വളരുവാൻ നമുക്ക് ഇടയായി തീരേണ്ടതായിട്ട് ഉണ്ട്. പരസ്പരം സ്നേഹിക്കപ്പെടുമ്പോഴാണ്, പരസ്പരം കരം ചേർത്ത് പിടിക്കുമ്പോഴാണ്, പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുമ്പോഴാണ് ദൈവസ്നേഹം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. പഴയ നിയമത്തിൽ യാക്കോബിനെയും ഏശാവിനെയും നമുക്കറിയാം. വിവിധ തരത്തിൽ അകന്നുപോയവരാണ് അവർ. എല്ലാം അവർക്ക് ഇരുവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും മനസമാധാനം അനുഭവിക്കുവാൻ ഇടയായി തീർന്നത് അവർ തമ്മിലുള്ള പുനഃസമാഗമത്തിലാണ്. അവർക്ക് മനസമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ വളരെ ഭംഗിയായി യാക്കോബ് ഏശാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവദൂതന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖത്തെ കാണുന്നു. പരസ്പരം തലതല്ലിക്കീറുവാൻ നടന്ന രണ്ട് മനുഷ്യർ, ഇത് അവരുടെ സംഭാഷണങ്ങൾക്ക് എത്ര ഭംഗിയാണ്. ദൈവം ഇടപെടുമ്പോഴാണ് പരസ്പരം ക്ഷമിക്കുവാനും മാപ്പ് കൊടുക്കുവാനും ഒക്കെ എല്ലാ മനുഷ്യർക്കും ആകുന്നത്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യഗണങ്ങൾ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തിക്കോസ്തിയിൽ ആഹരിച്ച ശക്തി നിമിത്തമായി ലോകത്തിന്റെ 4 അതിരുകളിലേക്കും സുവിശേഷവാഹകരായി പോയി. അവർ പോയ ഇടങ്ങളിലെല്ലാം അവർ സ്വീകരിക്കപ്പെട്ടില്ല. വിവിധ ഇടങ്ങളിൽ ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അവർക്ക് സഹിക്കേണ്ടതായി വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിലും അവർ പലരോടും വലിയ ക്ഷമ കാണിക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്തുവെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധനായ സ്തേഫാനോ ശമ്മാശന്റെ മരണവുമായി ബന്ധപ്പെട്ട അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ക്രിസ്തുനാഥനെ പോലെ ക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിലേക്ക് പിൽക്കാലത്ത് ചേർക്കപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു യുവാവും അവനെ പോലെ സാക്ഷിമരണം പ്രാപിക്കുന്നതാണ്. പിതാവേ, കല്ലുകൾ കൊണ്ടുള്ള ഏറുകൾ കൊള്ളുമ്പോഴും പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സ്തേഫാനോസിനെ നാം അവിടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ആനന്ദദായകമായി തീരുന്നത് എപ്പോഴാണ്? അത് പാപങ്ങൾ, ബലഹീനതകൾ, കുറവുകൾ ഇവയെ പറ്റിയുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴും അതിനോടൊപ്പം തന്നെ പലർക്കും
മാപ്പ് കൊടുക്കുമ്പോഴുമാണ് നമ്മുടെ ജീവിതം ആനന്ദപ്രദമായി തീരുന്നത്. കുരിശിന്മേൽ കരങ്ങൾ വിരിച്ച യേശു ക്രിസ്തു നമ്മിൽ നിന്ന് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴിയെ നാം യാത്ര ചെയ്യുമ്പോൾ കുരിശിതനായ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അനേകർക്ക് മാപ്പ് കൊടുക്കുവാനും അനേകരോട് ക്ഷമിക്കുവാനും തക്കവണ്ണമുള്ള അവന്റെ ആഗ്രഹത്തെ പരിപൂർണമായും നിവർത്തിതമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവം നാം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.